കഥകളുടെയും ഇതിഹാസങ്ങളുടെയും നാടാണ് ഇന്ത്യ. പ്രേതകഥകളും പഴങ്കഥകളും കൊണ്ട് നിറഞ്ഞ സ്ഥലങ്ങളും കെട്ടിടങ്ങളും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പഴയ കോട്ടകളിലും തകർന്ന കെട്ടിടങ്ങളിലും മാത്രമാണ് പ്രേതങ്ങളും ആത്മാക്കളും ജീവിക്കുന്നതെന്നാണ് ഇത്തരത്തിലുള്ള കഥകളിൽ പറയപ്പെടുന്നത്. എന്നാൽ ചില പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളെ ചുറ്റിപ്പറ്റിയും പേടിപ്പെടുത്തുന്ന പല കഥകളും ഉടലെടുത്തിട്ടുണ്ട്. വിശദീകരിക്കാൻ കഴിയാത്തതും വിചിത്രവുമായ സംഭവങ്ങളിൽ നിന്നും ഈ സ്റ്റേഷനുകൾ നാട്ടുകാരെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രേതബാധയുള്ള റെയിൽവേ സ്റ്റേഷനുകളും അവയ്ക്ക് പിന്നിലെ ഭയാനകമായ കഥകളും പലരും കേട്ടിട്ടുണ്ടാകും. പഞ്ചാബിലെ ലുധിയാന സ്റ്റേഷൻ ഇന്ത്യയിലെ പ്രേതബാധയുള്ള സ്റ്റേഷനായി പറയപ്പെടുന്ന ഒന്നാണ് പഞ്ചാബിലെ ലുധിയാന സ്റ്റേഷൻ. നിരവധി പ്രേതകഥകളാണ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേൾക്കാറുള്ളത്. പ്ലാറ്റ്ഫോമിൽ ദാരുണമായി മരിച്ച ഒരു സ്ത്രീയുടെ ആത്മാവുണ്ടെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. രാത്രിയിലെ ശാന്തമായ സമയങ്ങളിൽ നിലവിളികൾ കേൾക്കുന്നതായും പ്രേതങ്ങളെ കാണാറുള്ളതായും സന്ദർശകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ബറോഗ് സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും പ്രേതബാധയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായി അറിയപ്പെടുന്ന, പുറത്തുനിന്ന് കാണാൻ മനോഹരമായി തോന്നുമെങ്കിലും ഇരുണ്ട റെയിൽവേ തുരങ്കങ്ങളിൽ വിചിത്രമായ കഥകൾ ഒളിഞ്ഞിരിക്കുന്ന സ്റ്റേഷനാണ് ബറോഗ് സ്റ്റേഷൻ. ഹിമാചൽ പ്രദേശിലെ മനോഹരമായ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ പ്രേതകഥകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സ്റ്റേഷന്റെ ശില്പിയായ കേണൽ ബറോഗ് സ്റ്റേഷന്റെ നിർമ്മാണ സമയത്ത് ആത്മഹത്യ ചെയ്തതായാണ് ഐതിഹ്യം പറയുന്നത്. സ്റ്റേഷന് സമീപമുള്ള തുരങ്കത്തിൽ ഒരു പ്രേതം അലഞ്ഞു തിരിയുന്നത് കണ്ടതായും സന്ദർശകർ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമ ബംഗാളിലെ ബെഗുങ്കോദർ സ്റ്റേഷൻ ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വളരെ മനോഹരമാണ്. പശ്ചിമ ബംഗാളിലെ വനങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പ്രേതാനുഭവങ്ങൾക്ക് പേരുകേട്ട ഈ ഒരു സ്ഥലത്ത് പ്രേതരൂപങ്ങളെ കണ്ടുമുട്ടുന്നതായി ആരോപിക്കപ്പെടുന്നതിനാൽ സ്റ്റേഷൻ ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യാറില്ല എന്നാണ് പറയപ്പെടുന്നത്. വെള്ളസാരി ധരിച്ചൊരു സ്ത്രീയുടെ ആത്മാവ് സ്റ്റേഷൻ വേട്ടയാടുന്നുണ്ടെന്നും രാത്രിയിൽ അവൾ ട്രാക്കിലൂടെ നടക്കാറുണ്ടെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ പ്രേതമാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷം സ്റ്റേഷൻ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും തുറന്നെങ്കിലും ഇന്നും പല കഥകളും ഇവിടെ നിലനിൽക്കുന്നു. ഉത്തർപ്രദേശിലെ നൈനി സ്റ്റേഷൻ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിനടുത്തുള്ള നൈനി റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ് നൈനി ജയിൽ സ്ഥിതി ചെയ്യുന്നത്. വിചിത്രമായ സംഭവങ്ങൾക്ക് പേരുകേട്ടതാണ് നൈനി റെയിൽവേ സ്റ്റേഷൻ. പ്രത്യേകിച്ച് പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ വിജനമായ പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്ന വായുവിൽ അപ്രത്യക്ഷമാകുന്ന പ്രേതരൂപങ്ങളുടെ കഥകളും ജയിലിൽ പീഡിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ വിപ്ലവകാരികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ആത്മാക്കളെ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ടെന്ന കഥകളുമാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയാറുള്ളത്. സ്റ്റേഷന്റെ ചരിത്രവും ഗംഗാ നദിയോടുള്ള അതിന്റെ സാമീപ്യവും പ്രേതബാധയുള്ള സ്ഥലമെന്ന പ്രശസ്തിക്ക് സ്റ്റേഷൻ കാരണമാകുന്നു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ സ്റ്റേഷൻ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ സ്റ്റേഷനിലും റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രേതമുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. രാത്രി വൈകിയും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടതായി യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്റ്റേഷന് ചുറ്റും ഭയാനകമായ അന്തരീക്ഷമാണ് എന്നതും കൂടുതൽ ഭയപ്പെടുത്തുന്നു. കൊൽക്കത്തയിലെ രബീന്ദ്ര സരോവർ മെട്രോ സ്റ്റേഷൻ ഭയപ്പെടുത്തുന്ന കഥകളാൽ നിറഞ്ഞതാണ് കൊൽക്കത്തയിലെ രബീന്ദ്ര സരോവർ മെട്രോ സ്റ്റേഷൻ. ഇവിടുത്തെ അവസാനത്തെ ട്രെയിനിലെ യാത്രക്കാർ പലപ്പോഴും നിഴലുകൾ ഒരു മിന്നലിൽ അപ്രത്യക്ഷമാകുന്നതായും സ്റ്റേഷനിൽ സ്ത്രീകളുടെ നിലവിളികൾ കേൾക്കുന്നതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർ മെട്രോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ചർമ്മത്തിൽ ചൂട് ശ്വാസം അനുഭവപ്പെടാറുണ്ടെന്നും എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാറില്ലെന്നും പറയുന്നു.